ആർക്കും കീഴടങ്ങാതെ ദേവ് അസോസിയേറ്റ്സ് നിലനിൽക്കണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു. അതാണ് വന്നത്. വിരോധമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പൊക്കോളാം. വിരോധമില്ല. നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പൊക്കോളൂ. പറയൂ. സർ, വിഷയങ്ങൾ എനിക്കറിയാം. എങ്ങനെ? പറയൂ. എനിക്ക് വിവരം കിട്ടിയത് സദൻ ഗ്രൂപ്പിൽ നിന്നാണ്. എന്റെ അറിവിൽ സദേൺ ഗ്രൂപ്പ് ഇത് മറ്റുള്ളവരറിയുന്ന രീതിയിൽ ഒരു വിഷയമാക്കിയിട്ടില്ല. ഇല്ല, പക്ഷേ ദേവ് അസോസിയേറ്റ്സിനെയും ഗ്ലോറിയുടെ നീക്കങ്ങളെയും ഒരേ രീതിയിൽ ഞാൻ വാച്ച് ചെയ്യുന്നു. എങ്ങനെ? അതിൽ ബക്കറിന്റെ നേട്ടം എന്താ? ഗ്ലോറി തോൽക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ദേവ് അസോസിയേറ്റ്സിനോട് എനിക്ക് മമതയുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ശത്രുവിന്റെ ശത്രുമിത്രം, അതാണ് എന്റെ പോളിസി. സദേൺ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ മാനേജ്മെന്റ് കാലിക്കറ്റിലുള്ള ഒരു ഇബ്രാഹിം സേട്ടിന്റെ കീഴിൽ. അയാളുടെ പിൻബലം രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ ഒന്നും അല്ല, മറിച്ച് സംസ്ഥാനത്തിന് വില പറയാൻ ശേഷിയുള്ള ഗുണ്ടാ സംഘങ്ങളാണ്. സാറിന്റെ ഒരു ബിസിനസ് പോളിസിയും അവിടെ വില പോയില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. സാറൊന്നും പറഞ്ഞില്ല. സദേൺ ഗ്രൂപ്പിന്റെ ഈ ഒരു ഡീൽ ദേവ് അസോസിയേറ്റ്സിന് ചില ഭീഷണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാനസികമായി ഞാൻ പ്രതിസന്ധിയിലുമാണ്. പക്ഷേ അതേ പ്രതിസന്ധി തന്നെയാണ് ബക്കറിന്റെ സഹായം സ്വീകരിക്കണമെന്ന് കരുതുന്നത്. തന്റെയും താൻ പറഞ്ഞു, ദേവ് അസോസിയേറ്റ്സിനുള്ള സ്നേഹമല്ല, ഗ്ലോറിയോടുള്ള ശത്രുത മാത്രമാണ്. എനിക്കൊന്ന് ചിന്തിക്കണം. അതിനുശേഷം ആവശ്യമാണെന്ന് തോന്നിയാൽ തന്നെ വിളിക്കാം. ഓക്കെ സർ. സഹായം സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കാനുള്ള അവകാശം എനിക്കില്ലല്ലോ. ടേക്ക് യുവർ ഓൺ ടൈം. വരട്ടെ സർ. ബക്കർ, ഗ്ലോറിയോടുള്ള ശത്രുത താൻ പ്രൂവ് ചെയ്തതാണ്. ഈ വരവിൽ ദേവ് അസോസിയേറ്റ്സിനെ ചതിക്കുക എന്നൊരു ഉദ്ദേശമില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ തനിക്ക്? ദേവൻ സാറ് ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണ്. ഞാൻ എന്തു പറഞ്ഞാലും അതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഉത്തരം ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കട്ടെ. സാറിന് കണ്ടെത്തി പൂരിപ്പിക്കും. നമുക്ക് എന്താ? ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ. ഇല്ല, ഒരു പ്രത്യേക കാര്യം ഉള്ളതുകൊണ്ടാ. എന്താ? ഏതെങ്കിലും ഫിനാൻസ് മുങ്ങിത്താണ കപ്പലിലേക്ക് നിധി ഇറക്കാമെന്ന് പറഞ്ഞോ? അതോ പഴയ സൗഹൃദങ്ങളിൽ നിന്ന് പുതിയ ഓഫറുകൾ എന്തെങ്കിലും ഉണ്ടായോ? രണ്ടുമല്ല സർ. ദേവ് അസോസിയേറ്റ്സിന്റെ കാര്യം. ഞാൻ സദേൺ ഗ്രൂപ്പുമായി ഒപ്പിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഏകദേശം 2500 കോടി രൂപയുടെ. ആ പ്രോജക്ട് നടന്നില്ല. ഇപ്പൊ ഞാൻ അവരെ കണ്ടിരുന്നു. അവരെ കൊണ്ട് ദേവ് അസോസിയേറ്റ്സിന് ഒരു നോട്ടീസ് അയപ്പിച്ചു. അവരെ ഡിമാൻഡ് ചെയ്യുന്ന നഷ്ടപരിഹാരം ദേവ് അസോസിയേറ്റ്സിന്റെ ആസ്തിയെക്കാളും കൂടുതലാണ്. ഇത് ആ എഗ്രിമെന്റിന്റെ കോപ്പിയാണ്. സദേൺ ഇൻവെസ്റ്റ്മെന്റിന് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ദേവ് അസോസിയേറ്റ്സിന് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസും ഉണ്ട്. സാർ ഇതെന്ന് പഠിച്ച അവരെ ഒതുക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാൻ പറ്റും.
ദേവ് അസോസിയേറ്റ്സിനെ സമ്പൂർണമായി നമുക്ക് നശിപ്പിക്കാം. സാറൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്റെ കൂലിപ്പടയാളിയാണെന്ന് തോന്നലുണ്ടോ നിനക്ക്? സർ, Shut up, idiot. സ്വന്തം കാലം നിലത്തുറക്കാത്തവൾ അന്യന്റെ നാശത്തിന് വേണ്ടി കൊതിക്കരുത്. ആദ്യം സ്വന്തം വിജയത്തിന് വേണ്ടി കൊതിക്കുക, എന്നിട്ട് എതിരാളിയുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കാവൂ. ചിന്തയും ബുദ്ധിയും അവർക്ക് നേരെ തിരിച്ചുവിട്ടാൽ നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ നിനക്ക് വിടുന്ന നേരം. സർ, വെറി പിടിച്ചവളുടെ പ്രതികാരത്തിന് കൂട്ടുനിൽക്കുക, അതല്ല എന്റെ ജോലി. സോറി സർ. ഒരുപക്ഷെ നീ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ദേവ് അസോസിയേറ്റ് ഈ നാട്ടിലെ ബിസിനസ് ചക്രവർത്തിമാരായിരിക്കും. കണ്ടു നിൽക്കാനുള്ള ശേഷി വേണം. ഇനി ഒരിക്കൽ നിന്റെ ശത്രുവിനെ കൊല ചെയ്യാനുള്ള ഉദ്ദേശവുമായി എന്റെ മുന്നിൽ വന്നു പോകും.